ആട്ടിടയന്മാർ തേടി വന്ന വിവരങ്ങൾ പറഞ്ഞതും യേശുവിനെ രക്ഷകനായി ആരാധിച്ചതും മേരിക്കും ജോസഫിനും ആത്മസന്തോഷമായി. മേരിയാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇടയന്മാർ മടങ്ങിപ്പോയി. പിന്നീട് വന്ന 3 രാജാക്കന്മാർ യേശുവിനെ ലോകരക്ഷകനായി കണ്ട് ആരാധിച്ച് സമ്മാനങ്ങൾ നൽകി. തിരിച്ചു പോകുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങളുടെയും മാലാഖമാരുടെയും സാന്നിധ്യം ഉണ്ണിയേശുവിന്റെ ജനനത്തിന് കൂടുതൽ കുളിർമയേകി. അന്നത്തെ ആട്ടിടയന്മാരുടെ ആഹ്ലാദത്തിൽ അവർ ഉണ്ണിയേശുവിന് സമ്മാനങ്ങൾ നൽകിയതുപോലെ നമുക്ക് ചുറ്റുമുള്ളവരെ സന്ദർശിച്ച് മംഗളങ്ങൾ നേർന്ന് കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നൽകുകയും ഉണ്ണിയേശുവിന്റെ ജനനം ഏവരെയും അറിയിക്കുകയും ചെയ്യാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കഴിഞ്ഞ ക്രിസ്മസ് ദിനങ്ങളിലൂടെ നാം യാത്ര ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. തുടർന്നും ക്രിസ്തുവിൽ ഒന്നായി വളരുവാനും വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനും ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ യാത്ര തുടരുവാനും നമുക്ക് പരിശ്രമിക്കാം. യേശുവിനോട് ചേർന്ന് അനുഭവങ്ങൾ സ്വന്തമാക്കി നമുക്ക് മുന്നേറാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.